ഹായ് ഗായ്സ്, ഞാൻ റഹ്മാൻ പൊന്നാനി. ഇത് പൊന്നാനി ബീച്ചാണ്. പൊന്നാനി ബീച്ചിൽ ഞാൻ പോയിരുന്നു. ബീച്ചിൽ പോകാൻ എല്ലാവർക്കും താല്പര്യമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. കടൽ കണ്ട് വരാം. അതിപ്പോൾ ഏത് നാട്ടിലായാലും പൊതുവെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രവാസ ജീവിതം, നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയി കുടുംബങ്ങൾ, നാട്ടുകാർ, വീട്ടുകാർ, അതുപോലെ സ്നേഹിതന്മാരൊക്കെ വിട്ട് പിരിഞ്ഞിട്ട് ഒരു വർഷം ഒക്കെ കൂടുമ്പം വരുന്ന ആളുകളെ അധ്വാനിക്കുന്ന 2 വർഷം കൂടുമ്പോഴൊക്കെ വരുമ്പം അധ്വാനിക്കുന്ന പണത്തിന് വല്ലാത്തൊരു പവറാണ്. അതുപോലെ നമ്മളെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയിട്ട് അധ്വാനിച്ചിട്ട് നമ്മളൊക്കെ കടലിൽ കാണാൻ പോകും, ഭയമാണ്. കാല് നനക്കാൻ ഇതുപോലെ ഓടുമ്പോഴൊക്കെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കും. ഒരു സുരക്ഷയില്ലാതാണ് അവർ ജീവിതത്തോട് മല്ലിട്ട് മത്സ്യം പിടിക്കാൻ പോകുന്നത്. ബോട്ട് സവാരിക്കൊക്കെ പൊന്നാനി കർമ്മയിലും കേരളത്തിൽ പല സ്ഥലത്ത് പോകുമ്പോഴും സർക്കാരിൻ്റെ ഒരുപാട് നിയമങ്ങളും സുരക്ഷ ഉറപ്പാക്കിയിട്ട് ആളുകളെ കൊണ്ടുപോകണം. അത് നല്ലതാണ്. പക്ഷേ കടലിൻ്റെ മക്കൾ, മത്സ്യത്തൊഴിലാളികൾ, പാവം, അവർ ഒരു സുരക്ഷ ഒന്നുമില്ല. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ടെങ്കിലും ആ ഒരു തോണിയത കാണുന്നു, അതിൻ്റെ എത്രയോ ദൂരം വേറെയും ഉണ്ടാകും. ഒരു സുരക്ഷയില്ല. അവർ മത്സ്യം പിടിക്കാൻ അധ്വാനിക്കാൻ പോയിക്കാണ്. പക്ഷേ അവരാ പൈസൻ്റെ പവറുണ്ടല്ലോ, വളരെ വലുതാണ്. നമ്മൾക്കത് മനസ്സിലാവണമെങ്കിൽ നമ്മളത് പോയി നോക്കണം. അത്രയും ടെൻഷനാണ്. വീട്ടിൽ നിന്ന് പോയി കടലിൽ പോയി മത്സ്യം പിടിച്ച് വീട്ടിൽ വരുന്നത് വരെ ആദ്യമാണ് വീട്ടുകാർക്ക്. നമ്മൾക്കെന്താ, മാർക്കറ്റിൽ പോയി മത്സ്യം ഏതൊക്കെ വന്ന് അതൊക്കെ അന്വേഷിക്കും, ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ. പക്ഷെ അവരെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. സഹോദരന്മാരെ, നിങ്ങൾക്കൊക്കെ അറിയുന്ന വിഷയമാണ്. നമ്മളൊന്ന് ചർച്ച ചെയ്യാണ്. ഒരു തോണി അതാ വളരെ ദൂരെ ചെറുതായി കാണുന്നു. അതിൽ നമ്മളെ സഹോദരന്മാരാണ്. പ്രളയം വന്നപ്പോഴൊക്കെ ഇവർ ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താൻ മുന്നോട്ട് വന്നത് ഇവരാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രാർത്ഥിക്കണം. കുടുംബം നോക്കാനാണ്. എല്ലാവരും ഓരോ തൊഴിലെടുക്കുമ്പോൾ അതിൻ്റെ അന്തസ്സുണ്ട്, അതിൻ്റെ കഷ്ടപ്പാടുണ്ട്. എന്നാലും ഈ കടലിൽ പോയിട്ട് ഇത്രയും ദൂരം പോയിട്ട് ജീവിതത്തോട് മല്ലടിച്ചിട്ട് ഒരുപാട് സഹോദരന്മാർക്കിടക്കൊക്കെ അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു വർഷം നാടും വീടും കുടുംബങ്ങളും എല്ലാം വിട്ടു പിരിഞ്ഞിട്ട് ആ കിട്ടുന്ന ശമ്പളം വലിയ പവറാണ് എന്ന് കരുതി നാട്ടിൽ അധ്വാനിക്കുന്ന മറ്റു മേഖലയിലൊക്കെ അധ്വാനമില്ല, പൈസക്ക് പവറില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ആരും പൊങ്കാലയിടാൻ വരണ്ട. പക്ഷെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കടലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാണ്. ഇപ്പോൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ലോകത്തൊരു നിയമമുണ്ട്. അവിടെ പോലീസ് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഡേഞ്ചർ മേഖല ഒക്കെ. അവിടെ ഒരു പരിചയമില്ലാത്തവർ, നീന്തൽ അറിയാത്തവരൊന്നും ഇറങ്ങാൻ പാടില്ല. നീന്തൽ അറിഞ്ഞാലും അപകട മേഖല അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പോലീസ്. അതെല്ലാ ബീച്ചിലുണ്ട്. അത് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും കടലിൽ ഇറങ്ങരുത്. പിന്നെ ബീച്ചിലൊക്കെ പോകുമ്പോൾ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കണം. അവർ വെള്ളം കാണുമ്പോൾ കാല് നനക്കാനൊക്കെ പോകും. പക്ഷേ അപകടം വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ബീച്ചിൽ പോകാത്ത ഫാമിലി കുറവാണ് എല്ലാ നാട്ടിലും. അതുകൊണ്ട് കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കുക. മുതിർന്നവരും അറിയാതെ വെറുതെ കുളിക്കാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കണ്ട. പണി കിട്ടും, 1.5 പണി കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ എന്താ, വളരെ ഭംഗിയാണ്. വൈകുന്നേരമാണ് പോയത്. അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് വളരെ വിദൂരമായിട്ട് ഒരു തോണി. അതിൻ്റെ അപ്പുറത്ത് വേറെയുണ്ട്. പൊന്നാനി ലൈറ്റ് ഹൗസിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് ഇത് ഷൂട്ട് ചെയ്തത്. അവരാ തോണി കണ്ടപ്പോൾ ഞാൻ ഒരുപാട് പലരെ പോലെ ദുഃഖമായി. കാരണം ഇത്രയും ദൂരം പോയിട്ട്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ബോർഡ് സ്ഥാപിച്ചത്, ഞാൻ കണ്ടു. അപകട മേഖല എന്ന് പറഞ്ഞിട്ട് പോലീസ്. അപ്പോൾ ഏത് ബീച്ചിൽ പോയാലും അങ്ങനത്തെ ഒരു സൂചന ഉണ്ടാകും. ഒരു കാരണവശാലും നിങ്ങളവിടെ ഇറങ്ങി കുളിക്കാൻ നിൽക്കരുത്.
വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യേ. റഹ്മാൻ പൊന്നാനി എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ കൊടുക്കണം. അപ്പോഴാണ് ഈ ചാനൽ റീച്ച് ഉണ്ടാകുകയുള്ളൂ. കമൻറ്റ് കൊടുക്കാൻ നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. ഈ മനോഹരമായ ദൃശ്യം വൈകുന്നേരമാണ് പകർത്തിയത്. ലൈറ്റ് ഹൗസാണ് കണ്ടത്. അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങ് വിദൂരത്തൊരു തോണി. അതിൽ നമ്മളെ സഹോദരന്മാരുണ്ട്, മത്സ്യം പിടിക്കാൻ പോയവരാണ്. അങ്ങനെ ലോകത്ത് പല ഭാഗത്തും പോകുന്നവരുണ്ട്. അവർക്കൊക്കെ നമ്മൾക്കും സർവാധിനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ പറയുകയാണെങ്കിൽ പൊന്നാനി ബീച്ചൊക്കെ കോഴിക്കോട് ബീച്ച് പോലെ ആവാൻ സാധ്യത ഉണ്ട് എന്ന് വാർത്തകളൊക്കെ വരുന്നുണ്ട്. വിദൂരമല്ലാതെ അതും സാധ്യമാകും എന്ന് തോന്നുന്നു. പൊന്നാനിയിൽ ഒരുപാട് ടൂറിസ്റ്റ് മേഖല കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ തൂക്കുപാലം വന്ന അവിടെ തന്നെ പാർക്കുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. എന്തായാലും പൊന്നാനി സൂപ്പറാണ്, അടിപൊളിയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എൻ്റെ സംസാരത്തിലോ മറ്റു കാര്യങ്ങളിലോ എന്തെങ്കിലും പിശക് വന്നിട്ടുണ്ടെങ്കിൽ സദയം മാപ്പാക്കണം. വീഡിയോ എല്ലാവരും ലൈക്കും കമൻറ്റും കൊടുക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെ മിലിറ്ററിൻ്റെ ഒരു പവറാണ് ആർക്ക്, കടലിൽ പോണ മത്സ്യത്തൊഴിലാളിക്ക്. അവരെ സേവനം നമ്മൾ പ്രളയം വന്നപ്പോൾ കണ്ടതാണ്. നാട്ടിൽ നിന്ന് പല ഭാഗത്തും പോയിട്ട് ആളെ രക്ഷപ്പെടുത്തിയതൊക്കെ. മസ്സലാമ.